ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഗേറ്റിന് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓൾറെഡി നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്ച്വൽ ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന് ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും. രണ്ടാമത്തത് നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള PSCയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിലേക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്രദമാകും. കാരണം നിലവിൽ പല എക്സാംസിനും ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റർ, ഡ്യൂട്ടി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂമക് ആൻഡ് ബേസ് പീരീഡ് ഇൻ ഡേയ്സ് ആർ റിലേറ്റഡ് ആസ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഡ്യൂട്ടി ഡെൽറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D, ഇതും പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 864 B/D. ഇതിന് രണ്ടിൻ്റെയും നമ്മൾ പറഞ്ഞു ഇതൊരു എംപിരിക്കൽ ഇക്വേഷൻ ഒന്നും അല്ല, പക്ഷേ നമുക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസിൽ തരുന്ന യൂണിറ്റ് ഒരു പർട്ടിക്കുലർ ഈ പറയുന്ന പർട്ടിക്കുലർ രീതിയിലായതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ വെക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ബി എന്ന് പറയുന്നത് ബേസ് പീരീഡാണ്. അത് ഏത് യൂണിറ്റിലാണ് നമ്മളിടുന്നത്? ഡേയ്സിൽ. ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമക്കിൽ. താഴെയും ഇതിന് വ്യത്യാസമൊന്നുമില്ല. ബേസ് പീരീഡ് ഡേയ്സിൽ, ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമക്കിലായിരിക്കും. ഇനി 8.64 ആണെങ്കിൽ ഡെൽറ്റ ഏതിലാണ് വരുന്നത്? മീറ്ററിലും. 864 ആണെങ്കിൽ ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞു ആകെ ഒരു ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇക്വേഷൻസ് ചിലപ്പോൾ പിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ ഇതിൽ ഡെൽറ്റ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ഈ ഇക്വേഷൻ ആയിരിക്കും 864 B/D, ഓപ്ഷൻ എ. ഡെൽറ്റ ഈക്വൽ ടു 864 B/D. ഓക്കെ, ബാക്കിയുള്ള യൂണിറ്റ് കൂടെ ശ്രദ്ധിച്ചു വേണം. ഇവിടെ ഹെക്ടർ പെർ ക്യൂമക്കിലും ഡേയ്സിലും തന്നെയാണ് തന്നേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഡ്യൂട്ടി D ഈസ് 1428 hectares per cubic and base period 120 days for an irrigated crop, then the delta in meter. ഇപ്പോൾ ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മീറ്ററിലെന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ എന്താ? നമുക്ക് മീറ്ററിലെ ഇക്വേഷൻ 8.64 B/D. ബേസ് പീരീഡ് നമ്മൾ തന്നിട്ടുണ്ട്. എത്ര? 120 ഡേയ്സ്. നമുക്ക് വേണ്ടുന്ന ഡേയ്സിൽ തന്ന് അത് തന്നെ തന്നിട്ടുള്ള. ഡ്യൂട്ടി 1428 ഹെക്ടർ പെർ ക്യൂബിക്. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 ഇൻറ്റു 120 ബൈ 1428 260 714 20 24 8 10. ഇപ്പോൾ 86.4 ബൈ 119 വരും. നല്ലൊരു 0 പോയിൻ്റ് വരും. വീണ്ടും 0.0 വരത്തില്ല. സോ 0.73 ആയിരിക്കും ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇപ്പോൾ സിമ്പിൾ ഡയറക്റ്റ് കാൽക്കുലേഷനാണ്. നമ്മുടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഏത് യൂണിറ്റിലാണ്? മീറ്ററിലാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഇറിഗേഷൻ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർ ബൈ എ സർട്ടൺ ക്രോപ്പ് ഇൻ ഇറ്റ്സ് എൻറ്റയർ ഗ്രോയിങ് പീരീഡ് 150 days ഈസ് 25.92 centimeter. അപ്പോൾ ഇവിടെ ഡേറ്റ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നേക്കുക. അപ്പോൾ ടോട്ടൽ ഇറിഗേഷൻ ഡെപ്ത് ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത്? ആ ക്രോപ്പിൻ്റെ ഫുൾ ബേസ് പീരീഡ് ആൻഡ് ഗ്രോയിങ് പീരീഡിൽ ആവശ്യമായ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡെൽറ്റ ആയിട്ട് പറയുന്നത്. അപ്പോൾ 25.92 centimeter. മീൻസ് എൻറ്റയർ ഗ്രോയിങ് പീരീഡ് എന്ന് പറഞ്ഞ് 150 days പറഞ്ഞിട്ടുണ്ട്. എൻറ്റയർ ഗ്രോയിങ് പീരീഡ് ആണ് എന്ത് പറയുന്നത്? നമ്മൾ പഠിച്ച ബേസ് പീരീഡ് 150 days. ഓക്കെ, ദ കൾച്ചറബിൾ കമാൻഡ് ഏരിയ ഫോർ എ ഡിസ്ട്രിബ്യൂട്ടറി കനാൽ ഈസ് 1 lakh hectare. ഇപ്പോൾ കൾച്ചറബിൾ കമാൻഡ് ഏരിയ 1 lakh hectare.
ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ ഷാൾ ബി ഡിസൈൻഡ് ഫോർ എ ഡിസ്ചാർജ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ ഡിസൈൻ ചെയ്യേണ്ടത് എത്ര ഡിസ്ചാർജിനെന്നാണ് ക്വസ്റ്റ്യൻ. കുറേ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഈ ഡിസ്ട്രിബ്യൂട്ടറി ചാനലിൽ കൂടെ, ഇപ്പോൾ ഇതൊരു ചാനലാണെങ്കിൽ ചാനലിൽ കൂടെ എവിടെയാണ് ഇത് വരുന്നത്? നമ്മുടെ ഫീൽഡിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫീൽഡിൽ എന്തുണ്ട്? നമ്മുടെ ക്രോപ്പുകളുണ്ട്. അപ്പോൾ ഈ ക്രോപ്പിന് ഫസ്റ്റ് എത്ര ഡിസ്ചാർജ് വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ആലോചിക്കാം? ഈ കനാല് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഡിസൈൻ ചെയ്യേണ്ട ഡിസ്ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ റിലേഷൻ ഒന്നുമില്ല. എന്തോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/D. അതെല്ലാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏരിയ തന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് ഡ്യൂട്ടിയുടെ ഇക്വേഷൻ ആയിരിക്കാം എന്താ? ഡ്യൂട്ടി ഹെക്ടർ പെർ ക്യൂമൊക്കെ എന്ത് A/Q അല്ലെങ്കിൽ ഏരിയ ബൈ ഡിസ്ചാർജ് ആണെന്ന് അറിയാം. അപ്പോൾ അതിനാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/, ഇങ്ങനെ വരും. ശ്രദ്ധിച്ചോണം, ഇത് സെൻറ്റിമീറ്റർ അല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിസ്ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. 864 ഉണ്ട്. ബേസ് പീരീഡ് തന്നിട്ടുണ്ട് എത്ര? 150 days. ഡെൽറ്റ തന്നിട്ടുണ്ട് 25.92 സെൻറ്റിമീറ്റർ. ഏരിയ ആസച്ച് തന്നിട്ടില്ല. നമുക്ക് തന്നേക്കുന്നത് എന്തോ? കൾച്ചറബിൾ കമാൻഡ് ഏരിയയാണ് തന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്കറിയാം കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഇറിഗേഷൻ അല്ലെങ്കിൽ ഒരു ഇറിഗേഷൻ ചാനൽ കടന്നു പോകുമ്പോൾ അതിന് എത്രമാത്രം ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ ഫുൾ ആയിട്ട് എല്ലാ സമയവും കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ കേസിൽ അതൊന്നും അതിനെപ്പറ്റി ബേസ് ചെയ്തൊന്നും പറയുന്നില്ല. ഫുൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? അവർ പറഞ്ഞ ഈ ഒരു കൾച്ചറബിൾ കമാൻഡ് ഏരിയ മൊത്തത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഏരിയ എന്തായിട്ട് എടുക്കാം? ഈ പറയുന്ന 1 lakh ഹെക്ടർ ആയിട്ട് എടുക്കാം. അപ്പോൾ എയും കിട്ടി. അപ്പോൾ നമുക്കറിയാത്ത ക്യൂ മാത്രമേ ഉള്ളൂ, അത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ക്യൂ എന്ത് വരും? ഇതിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു A/864 ഇൻറ്റു ബേസ് പീരീഡ്. വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ 25.92 ഇൻറ്റു ഏരിയ 1 lakh ഹെക്ടർ A/864 ഇൻറ്റു ബേസ് പീരീഡ് എത്ര? 150 അല്ലായിരുന്നു, 150 days. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ കിട്ടും. എത്രയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 2592.00/864 ഇൻറ്റു 15. 864 ഇൻറ്റു 10 വരുമ്പോൾ 8640 പ്ലസ് 4320 ഓൾമോസ്റ്റ് 20 വരും. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 ക്യൂമക്ക് അല്ലെങ്കിൽ 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വരും. അപ്പോൾ ഈ ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓപ്ഷൻസ് നോക്കണം. ലെസ് ദാൻ 2 ക്യൂമക്ക്, 2 ക്യൂമക്ക്, 20 ക്യൂമക്ക്, മോർ ദാൻ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? നമുക്ക് 20 ക്യൂമക്ക് കിട്ടി. ഇത് ആൻസർ എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഇങ്ങനെ ആൻസർ എടുത്താൽ യുവർ ആൻസർ ഈസ് റോങ്. ബിക്കോസ് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ഡിസ്ചാർജ് എന്തുവാ? നിങ്ങളുടെ ക്രോപ്പ്, അതായത് നിങ്ങളുടെ ഫീൽഡിൽ വളരുന്ന ഈ ക്രോപ്പ് ഉണ്ടല്ലോ, ഈ ക്രോപ്പിന് ഈ പറയുന്ന ബേസ് പീരീഡ് അത്രയും നാൾ വളരാനായിട്ട് ഞാൻ എത്രമാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആ ഡിസ്ചാർജാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്യൂ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടിയത്? 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 20 ക്യൂമക്ക് കിട്ടിയത്. നമ്മുടെ അടുത്ത് ചോദ്യം എന്തു? ഇതാണോ? അല്ല, നമ്മുടെ ചോദ്യം എന്ത്? ഡിസൈൻ ഡിസ്ചാർജ്, അതായത് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇതെത്രമാത്രം ഡിസ്ചാർജിന് ഡിസൈൻ ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫീൽഡിൽ തന്നെ 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വേണം. അപ്പോൾ ഞാൻ കനാല് ഈ ക്യാരി ചെയ്യുന്ന വെള്ളം 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നെ കൊടുത്താൽ മതിയോ? പോരാ. നമുക്കറിയാം എന്താ, കനാലിലൂടെ പാസ് ചെയ്യുമ്പോൾ കുറേ ലോസസ് ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഡിസൈൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും എന്തായിരിക്കണം? 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 20 ക്യൂമക്കിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ ഫീൽഡിൽ ഈ പറയുന്ന 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടൂ. സോ ആൻസർ ഈസ് മോർ ദാൻ 20 ക്യൂമക്ക്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ എന്താണ്? ഡി. വെരി വെരി കെയർഫുൾ.
നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് റാൻഡമായിട്ട്, അതാണ് ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചത്. ഇപ്പം നമുക്കറിയാം കോമ്പറ്റീഷൻ വളരെ വളരെ കൂടിയിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് റാൻഡമായിട്ട് ബ്ലൈൻഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ഡെൽറ്റ ഇസിക്കൽ 8.64 B/D, ഡി എന്ന് പറഞ്ഞാൽ ഏരിയ ബൈ ഡിസ്ചാർജ്. അതിനകത്തിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന, അങ്ങനെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ചെയ്യാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ വെൻ. ഇപ്പോൾ ഇത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എവിടെയാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ റെയിനിനെ പോലെ ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുവഴി മുകളിൽ നിന്ന് റെയിൻ വീഴുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് ആ ഒരു കാര്യം മാത്രം മതിയാവും. എന്താണ് ഇതിനകത്ത്, ലാൻഡ് ഗ്രേഡിയൻ്റ് ഈസ് സ്റ്റീപ്പ് ആൻഡ് സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ ആണോ, സോയിൽ ഈസ് ഹാവിങ് ലോ പെർമിബിലിറ്റി ആണോ, വാട്ടർ ടേബിൾ ഈസ് ലോ ആണോ, ഇതിനകത്ത് ഏത് സാഹചര്യത്തിലാണ് അത് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിൽ ഈസ് ഹാവിങ് ലോ പെർമിബിലിറ്റി, ഇത് നമുക്കറിയാം തെറ്റാണ്. നമ്മൾ പഠിച്ചത് എന്ത്, ഹൈ പെർമിബിലിറ്റി ഉള്ള സോയിലാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ ടേബിൾ ഈസ് ലോ അല്ല, ഹൈ വാട്ടർ ടേബിൾ ഉള്ള കേസിലാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മാച്ചായിട്ട് വരുന്നത് ഒരെണ്ണേ ഉള്ളൂ, ദ ലാൻഡ് ഗ്രേഡിയൻ്റ് ഈസ് സ്റ്റീപ്പ് ആൻഡ് ദ സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും നമ്മുടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം സ്യൂട്ടബിളായിട്ട് വരുന്നത്. അതിനുള്ള റീസണും നമ്മൾ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്, കാരണം ബാക്കിയുള്ള ഫ്രീ ഫ്ലഡിങ്ങോ ഉള്ള കാര്യങ്ങൾ, വെള്ളം കെട്ടി നിർത്താൻ ശ്രമിച്ചാൽ എന്ത് പറ്റും, നമുക്കറിയാം ലാൻഡ് ഗ്രേഡിൻ്റെ സ്റ്റീപ്പ്, അതായത് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും, വെള്ളം ഒഴുകിപ്പോകും. ഒന്ന്, രണ്ട്, ഈ സോയിൽ ഇറോഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഇറോഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സോയിലാണെങ്കിൽ ആ മണ്ണും വലിച്ചെടുത്തുകൊണ്ട് പോകും. സോ നമ്മൾ ഈ വിചാരിക്കുന്ന നമ്മുടെ ആ ഒരു കാർഷികം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടാതെ. സോ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസംപ്റ്റീവ് യൂസ് ഓഫ് ഫോർ എ ക്രോപ്പ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഈസ് 2 mm per day. ഇപ്പോൾ ഒരു ക്രോപ്പിൻ്റെ ഏതോ ഒരു പർട്ടിക്കുലർ അതിൻ്റെ ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ അതിൻ്റെ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത് 2 mm per day. ദ മാക്സിമം ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ ഇൻ ദ റൂട്ട് സോൺ ഈസ് 60 mm. അപ്പോൾ അതിൻ്റെ റൂട്ട് സോണിൽ മാക്സിമം അവൈലബിൾ വാട്ടർ ഇതിനുള്ള എത്രയാണെന്നാണ് പറയുന്നത്, 60 mm. ഇറിഗേഷൻ ഈസ് റിക്വയർഡ് വെൻ ദ എമൗണ്ട് ഓഫ് അവൈലബിൾ വാട്ടർ ഈസ് 50% ഓഫ് ദി മാക്സിമം അവൈലബിൾ വാട്ടർ ഇൻ ദ റൂട്ട് സോൺ. അപ്പോൾ ഈ അവൈലബിൾ മോയ്സ്ചർ അല്ലെ അവൈലബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്ത്, റൂട്ട് സോണിലുള്ള മാക്സിമം വെള്ളം അവൈലബിൾ ആയിട്ടുള്ളത് ചെടിക്ക്. അത് എത്ര ശതമാനം ആകുമ്പോഴാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യുമെന്ന് പറയുന്നത്, 50%. അപ്പോൾ നമ്മൾ 50% ആകുമ്പോൾ ഇറിഗേഷൻ നടത്തും. അറ്റ് 50% ഇറിഗേറ്റഡ്. ചോദിച്ചു കേൾക്കുന്നത് എന്ത്, ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. അപ്പം ചെടിക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. റെഡിലി അവൈലബിൾ മോയ്സ്ചർ തീരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറിഗേഷൻ അല്ലെങ്കിൽ ഇറിഗേറ്റഡ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇറിഗേഷൻ ഇത്ര 50% ആകുമ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ, റൂട്ട് സോണിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ 50% അതിൻ്റെ എന്ത്, റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെഡിലി അവൈലബിൾ മോയ്സ്ചറിന് എത്ര ഡെപ്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു ഡിവൈഡഡ് ബൈ അതിൻ്റെ കൺസംപ്റ്റീവ് യൂസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പടം പോലെ വരച്ചാൽ ഇത് എങ്ങനെ വരും. ഇപ്പോൾ നമുക്കറിയാം മാക്സിമം വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത്, ചെടിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ് കപ്പാസിറ്റി. പിന്നെ ഒരു പോയിൻ്റ് എന്താ, പെർമനൻറ്റ് വിൽട്ടിങ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനൻറ്റ് വിൽട്ടിങ് പോയിൻറ്റിൻ്റെ ഇടയിലുള്ളതാണ് എന്തോ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര, 60 mm. ഇനി ഏതോ ഒരു പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് ആ പോയിൻറ്റിന് പറയുന്ന പേരെന്തോ, ഈ കേസിൽ 50%. അതിനാണെന്തോ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. 50% ആകുമ്പോൾ ഇറിഗേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 mm. അതായത് 30 mm. ഇപ്പം റൂട്ട് സോണിന് ഉണ്ടായിരുന്ന ടോട്ടൽ വെള്ളം അതാണ് 60 mm. അതിൻ്റെ 50% ആകുമ്പോൾ ഇറിഗേറ്റ് ചെയ്യും. അതായത് എന്തോ 60ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 30 mm വെള്ളം തീരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഇറിഗേഷൻ ചെയ്യും. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്തോ ഈ പറയുന്ന
30 mm. ഇപ്പോൾ 30 mm ഡിവൈഡഡ് ബൈ കൺസംപ്റ്റ് യൂസ് 2 mm പെർ ഡേ. എത്ര വരും? 15 days. ഓരോ 15 ദിവസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇറിഗേഷൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഫിഗറിൽ അതുകൂടെ കാണിച്ചാൽ എങ്ങനെ വരും? ഇപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, ഇത് കുറഞ്ഞ് 30 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, 30 mm ആകുമ്പോൾ വീണ്ടും ഇറിഗേഷൻ ചെയ്തു, വീണ്ടും കുറഞ്ഞ് 30 mm ആകുമ്പോൾ ഇറിഗേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ഇത് പോകുന്നത്. ഇനി ഈ ഒരു ഇവിടെയല്ലേ ഇറിഗേറ്റ് ചെയ്ത്, ഈ പോയിൻറ്റിലും ഇറിഗേറ്റ് ചെയ്തു, ഈ പോയിൻറ്റിലും 1 എന്ന് പറയുന്ന പോയിൻറ്റിലും 2 എന്ന് പറയുന്ന പോയിൻറ്റിലും ഇറിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര ആയിരിക്കും? 15 days. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൂടെ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കൾട്ടിവേറ്റഡ് ഏരിയ ദ സോയിൽ ഹാസ് പൊറോസിറ്റി ഓഫ് 45%. ഇപ്പോൾ പൊറോസിറ്റി തന്നിട്ടുണ്ട് 45%. ഫീൽഡ് കപ്പാസിറ്റി 38%, 38%. ഫോർ എ പർട്ടിക്കുലർ ക്രോപ്പ് റൂട്ട്സ് ഓൺ ദ ഡെപ്ത്ത്. ഇപ്പോൾ റൂട്ട്സ് ഓൺ ഡെപ്ത്ത് എന്ന് പറഞ്ഞ് 1 മീറ്ററാണ്. ദ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻ്റ് ഈസ് 10% ആൻഡ് കൺസംഡ് യൂസ് ഈസ് 15 mm പെർ ഡേ. ദി ഇറിഗേഷൻ എഫിഷ്യൻസി വന്നിട്ടുണ്ട് 60%. വാട്ട് ഷുഡ് ബി ദ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ സച്ച് ദാറ്റ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഡസ് നോട്ട് ഫോൾ ബിലോ 50% ഓഫ് മാക്സിമം അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് എന്ത്? നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ തന്നെ. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ, ഫ്രീക്വൻസിയുടെ ഉത്തരം ഒന്നേ ഉള്ളൂ. എന്തോ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ, അല്ലെങ്കിൽ എത്ര മാത്രം വെള്ളം കുറയുമ്പോഴാണ് ഇറിഗേഷൻ ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ എമൗണ്ട് ആ ഡെപ്തിൻ്റെ ടേംസിൽ, അത് ഡിവൈഡഡ് ബൈ കൺസംഡ് യൂസ്. ഇത്രയും നമുക്കറിയാം. കൺസംഡ് യൂസ് ഈ കേസിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 15 mm. അത് നമുക്കുണ്ട്. പക്ഷേ ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. തൊട്ട് മുമ്പത്തെ കേസിൽ അവർ പറയുന്നുണ്ടായിരുന്നു എന്താ, റൂട്ട് സോണിലെ ഫുൾ വെള്ളം തരുന്നുണ്ട്, അതിൻ്റെ 50% റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ 50% എടുത്താൽ മതിയായിരുന്നു. ഈ കേസിൽ എത്രമാത്രം വെള്ളം റൂട്ട് സോൺ ഡെപ്തിൽ ഉണ്ടെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എത്രയെന്നാണ് പറയുന്നത്? സച്ച് ദാറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് ഡസ് നോട്ട് ഫോൾ ബിലോ 50% ഓഫ് അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത്? 50% ഓഫ് ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചർ. അവൈലബിൾ മോയ്സ്ചറിൻ്റെ 50%ആണ് ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ ഡിവൈഡഡ് ബൈ സി. അവൈലബിൾ മോയ്സ്ചർ ഉണ്ടോ എൻ്റെ കയ്യിൽ? ഇതെൻ്റെ കയ്യിലില്ല. ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാമോ? നമ്മൾ ഡീറ്റെയിലായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു ഇതിനുള്ള ഫോർമുല. എങ്ങനെ? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു റൂട്ട്സ് ഓൺ ഡെപ്ത്ത് ഇൻറ്റു എന്താണ് അവൈലബിൾ മോയ്സ്ചർ എഫ് സി മൈനസ് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻറ്റ്. ഇതിനകത്ത് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻറ്റ് ഉണ്ട്, എഫ് സി ഉണ്ട്, റൂട്ട്സ് ഓൺ ഡെപ്ത്ത് ഉണ്ട്, ഇത്രയുണ്ട്. പക്ഷെ ആരില്ല? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു എൻ്റെ കയ്യിലില്ല. ക്വസ്റ്റ്യനിൽ അതിനെ ബേസ് ചെയ്ത് ഒരു ഡേറ്റയും തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ചെറിയൊരു ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു തരത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു നമ്മൾ എന്ത് അസംഷൻ എടുക്കും? നമ്മൾ പറഞ്ഞു ഫീൽഡ് കപ്പാസിറ്റി, അതായത് മുഴുവൻ ഇതും എന്താണ് അവൈലബിൾ മോയ്സ്ചറായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഫീൽഡ് കപ്പാസിറ്റി ഫുൾ മാക്സിമം കപ്പാസിറ്റിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, അവിടെ അവൈലബിൾ മോയ്സ്ചർ മൊത്തം ഉണ്ട് എന്ന് കൺസിഡറേഷനിൽ നമ്മൾ എടുക്കും. അപ്പോൾ എന്ത് പറ്റും? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പൊറോസിറ്റി ബൈ ഫീൽഡ് കപ്പാസിറ്റി. ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുള്ളൂ, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. പിന്നെ ഇപ്പോൾ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഈറ്റ ബൈ പൊറോസിറ്റി ബൈ ഫീൽഡ് കപ്പാസിറ്റി എന്നറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു പൊറോസിറ്റി എത്രയാണ്? പൊറോസിറ്റി 45, ഫീൽഡ് കപ്പാസിറ്റി 38.
0.45/0.38 വരും. അപ്പോൾ അതിനെനിക്ക് എങ്ങനെ എഴുതാം? 45/38 എന്ന് എഴുതാമല്ലോ. 45/38. അപ്പോൾ γ/γ വാല്യൂ കിട്ടി. ഇതെനിക്ക് എവിടെ എന്ത് ചെയ്യുക? ഇതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ഇതല്ലേ ഉള്ളു അറിയാത്ത. അപ്പോൾ എന്ത് ചെയ്യുക? 45/38 ഇൻറ്റു റൂട്ട് സോൺ ഡെപ്ത് 1 മീറ്റർ ആയിരുന്നു ഇൻറ്റു FC മൈനസ് പെർമനൻറ്റ് 38 മൈനസ് 10%, 28%. അതിന് ഫ്രാക്ഷൻ ആകുമ്പോൾ 0.28. ഇതാണ് എന്ത്? ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചർ. ഇതെത്ര വരും? 45/38 എന്ന് പറയുമ്പം 1 പോയിൻറ്റ് സംതിങ് വരും. 1.38 1.18 സംതിങ് വരും. 1.184 ഇൻറ്റു 1 ഇൻറ്റു 0.28 ഓൾമോസ്റ്റ് 28 ഡിവൈഡ് ബൈ 4 ഓൾമോസ്റ്റ്. കാരണം 0.25 വരുമ്പോൾ 1/4 അല്ലേ? ഓൾമോസ്റ്റ് ഒരു 0.33 വരും ഓൾമോസ്റ്റ്. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് ഫാസ്റ്റ് ആക്കുക. ഓക്കെ, അപ്പം ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചറാണ് കിട്ടിയത്. എനിക്ക് വേണ്ടത് എന്താ? ഡെപ്ത് ഓഫ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ. അപ്പോൾ ഫ്രീക്വൻസി വരുമ്പോൾ എന്ത് പറ്റും? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ 50%, 0.5 ഇൻറ്റു 0.33 ഡിവൈഡഡ് ബൈ കൺസംറ്റീവ് യൂസ് എത്ര? 15 mm/day. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം. ഇതെല്ലാം ഏത് യൂണിറ്റിലാണ്? നിങ്ങൾ റൂട്ട് സോൺ ഡെപ്ത് മീറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചർ മീറ്ററിലാണ് കിട്ടുന്നത്. അത് മീറ്ററിലിട്ടാൽ ഈ വാല്യൂ മീറ്ററിലാണ് വരുന്നത്. താഴെ 15 mm/day. അതിനെ ആക്കാൻ ഞാൻ എന്ത് ചെയ്യുമോ? ഇൻറ്റു 1000 ആക്കി ആക്കാമല്ലോ. ഇൻറ്റു 1000 ഇതാണ് വരുന്നത്. ഇത് എത്ര? 1000 വരുമ്പം 330/2 330/2/15. 330 വരുമ്പോഴത്തേക്ക് 249 സംതിങ് 22 ഇൻറ്റു 22.10 ഏകദേശം ഇൻറ്റു 0.5 എത്ര? 11 പോയിൻറ്റ് സംതിങ് വരും. 11.05 ഡേയ്സ്. 11.05 ഡേയ്സ് വരും. അപ്പോൾ ഫ്രീക്വൻസി എന്ത്? ഓരോ 11.05 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓപ്ഷൻസ് 5, 6, 9, 11. അപ്പോൾ ഓരോ 11.05 ഡേയ്സാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാ? നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. 11 days. സോ ആൻസർ ഈസ് ഓപ്ഷൻ. അപ്പോൾ ചെയ്ത ഇത് മനസ്സിലായോ? അതായത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഈ കേസിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടിയും വന്നു. ഇത് ഒരു വജ്രായുധമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഗേറ്റിന് എന്തായാലും അറിയണം നിങ്ങൾ. അല്ലാതെ PSC എക്സാംസ് ഒക്കെ ആണെങ്കിലും ഈ കാര്യം ഇതെങ്ങനെയാണ് വന്നത് ഡീറ്റെയിലായിട്ട് പറഞ്ഞു. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മറന്നു പോകേണ്ടതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two columns show some parameters and their possible values. Match the following basically. അപ്പോൾ ഗ്രോസ് കമാൻഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ യൂണിറ്റ് എന്ത് നമ്മൾ പഠിച്ചതല്ല, ഹെക്ടർ. എന്തായാലും ഏരിയയുടെ യൂണിറ്റാണ്. അതിവിടെ ഇതൊന്നുമില്ല. ഏരിയയുടെ യൂണിറ്റ് ഒരേ ഒരാളേ ഉള്ളൂ, എന്തോ 1000 ഹെക്ടർ. അപ്പോൾ എന്തായാലും P3. P1 വരുന്ന ഇത് വരത്തില്ല. അപ്പോൾ DO ആണ് ആൻസർ. നെക്സ്റ്റ് എളുപ്പം അറിയാവുന്ന കാര്യങ്ങൾ നോക്കിയോ. ഡെൽറ്റ എന്ത് യൂണിറ്റ് എന്തോ സെൻറ്റിമീറ്റർ. അത് പക്ഷേ 2 പേരുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഡ്യൂട്ടി നോക്കാം. ഡ്യൂട്ടിയുടെ ഹെക്ടർ പെർ ക്യൂമക് ആണല്ലോ. അത് ഒരാളേ ഉള്ളൂ. ആരാ? R1 വരുന്നത് ഒരാളേ ഉള്ളൂ. അപ്പം 6, 5 അല്ല. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. 2 നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി.
ബാക്കി നോക്കിയോ. ക്യൂ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, എല്ലാം ശതമാനത്തിലല്ലേ, 10%, 38% എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് വരുമ്പോൾ ഫ്രാക്ഷൻ 0.12. അപ്പോൾ ക്യൂ എന്ത് വരും, ക്യൂ 6 വരും. അപ്പോൾ അത് ശരിയാണ്. ഡെൽറ്റ 5 വേണമെങ്കിലും വരാം, 4 വേണമെങ്കിലും വരാം. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കുക, അപ്പോൾ വീറ്റിൻ്റെ നിങ്ങൾക്ക് വാല്യൂ അറിയാം എത്രയാണ്, 40 തന്നെ നമ്മൾ പഠിച്ചത്. അല്ലേ തന്നെ ആലോചിക്കുക, 1000 ഒന്നും ഒരിക്കലും വരത്തില്ല. കാരണം നമ്മുടെ റൈസിന് പോലും എത്ര 120 സെൻറ്റിമീറ്ററേ ഉള്ളൂ. വീറ്റ് എത്ര 5. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഫോർ ദി ഖാരിഫ് സീസൺ. അപ്പോൾ ഖാരിഫ് സീസണിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഓരോ ടേം വരുന്നുണ്ടോ, നമ്മളെല്ലാം പഠിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് ഓരോന്നും കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതായത് കൾച്ചറബിൾ കമാൻഡ് ഏരിയ CCA, അതിൻ്റെ എത്ര മാത്രമാണ് ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതല്ലേ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ തരുന്നത്. അപ്പോൾ ഖാരിഫ് സീസണിലത് എത്ര, 50%. അപ്പോൾ ടോട്ടൽ ഉള്ളതിൻ്റെ 50%മേ ഖാരിഫ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൾച്ചറൽ കമാൻഡ് ഏരിയ അവർ പറഞ്ഞിട്ടുണ്ട് 50,000 ഹെക്ടർ. ഓക്കെ, ദ ഡ്യൂട്ടി ഫോർ ദ ഖാരിഫ് സീസൺ. അപ്പോൾ ഖാരിഫ് സീസണിലെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട് അവർ 1000 ഹെക്ടർ പെർ ക്യുമക്ക്. അസ്യൂമിങ് ട്രാൻസ്മിഷൻ ലോസ്, ഇപ്പോൾ ലോസ് 10%. ആൻഡ് റിക്വയർഡ് ഡിസ്ചാർജ് അറ്റ് ദി ഹെഡ് ഓഫ് കനാൽ ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ട, ഡിസ്ചാർജ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ അത്ര എക്സ്പേർട്ടായി വെറുതെ ഡിസ്ചാർജ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ ചുമ്മാ ബ്ലൈൻഡായിട്ട് എടുത്തിട്ട് ചെയ്യുമല്ല. ഡിസ്ചാർജ് തന്നെ പല സാധനങ്ങളുണ്ട്. എന്താ, നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യനിൽ ഫീൽഡിലുള്ള ഡിസ്ചാർജ്, അതായത് എന്തോ ക്രോപ്പിന് ആവശ്യമായ ഡിസ്ചാർജ്. കനാലിൻ്റെ ഡിസ്ചാർജ് അതെന്ന് പറഞ്ഞാൽ എന്താ, ലോസ് കൂടെ കൺസിഡർ ചെയ്തുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇതെവിടുത്തെയാണ് ചോദിക്കുന്നത്, റിക്വയർഡ് ഡിസ്ചാർജ് അറ്റ് ഹെഡ് ഓഫ് കനാൽ, കനാലിൻ്റെ ഹെഡിലുള്ള ഡിസ്ചാർജാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കനാൽ വരുന്നു, നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നു. ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ 50%. ഇപ്പോൾ ടോട്ടൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എത്ര, 50%, 0.5 ഓഫ് 50,000 ഹെക്ടർ. ഇപ്പോൾ 25,000 ഹെക്ടറാണ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ. ഇതാണ് ഏരിയ. ഓക്കെ, പിന്നെ ഡേറ്റ എന്താ, ഡ്യൂട്ടി തന്നിട്ടുണ്ട് 1000 ഹെക്ടർ പെർ ക്യുമക്ക്. ഓക്കെ, ഡിസ്ചാർജ് അറ്റ് കനാൽ ഹെഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം തീരുമാനിക്കുക, എന്തോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 1 ക്യുമക്കിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതാണെന്ത് ഡ്യൂട്ടി. അപ്പോൾ ഈ രീതിയിൽ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്ത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതായത് 1 ക്യുമക്ക് 1000 ഹെക്ടർ. അങ്ങനെയാണെങ്കിൽ 25,000 ഹെക്ടർ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ക്യുമക്ക് വേണം, എത്ര വേണ്ടി വരും ഒന്ന് ആലോചിച്ച്. എന്ത് വേണം, 25 ക്യുമക്കല്ലേ. ഈ രീതിയിൽ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഉപയോഗം ഇതാ. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചിന്തിക്കുക. അല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 25,000 ഡിവൈഡഡ് ബൈ 1000 അത് ചെയ്യുമ്പോഴും കിട്ടും. ബ്ലൈൻഡായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇത് കൺസെപ്റ്റ് എന്തോ, 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ 1000 ഹെക്ടർ ഇതിനെ ഇറിഗേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 25,000 ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ക്യുമക്ക് വേണം, എത്ര വേണം, 25 ക്യുമക്ക് വേണം. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അത് കിട്ടി, 25 ക്യുമക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷെ ലോസ് പറയുന്നുണ്ട് എത്ര, ലോസ് 10% ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 10% ലോസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടാണ് 25 ക്യുമക്ക് ഡിസ്ചാർജ് വേണ്ടത്. കനാലിൽ കൂടെ അല്ലേ ഇത് ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കനാലിൻ്റെ ഹെഡെന്ന് പറയുക. ഈ സാധനം കനാൽ ഹെഡ്. ഇപ്പോൾ ഇവിടെ ഏത് എഫിഷ്യൻസി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഒഴുകി വരുമ്പോൾ ഉള്ള ലോസ്. ഇവിടെ ഉള്ള ലോസ്, ഇത് ഒഴുകി വരുമ്പോൾ ഉള്ള ലോസ് എത്ര, 10%. അങ്ങനെയാണെങ്കിൽ കൺവേയൻസ് എഫിഷ്യൻസി എത്ര, 10% ലോസ് ആണെങ്കിൽ കൺവേയൻസ് എഫിഷ്യൻസി 90%. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് അറ്റ് ഹെഡ് എത്ര വരും, ഹെഡിലുള്ള ഡിസ്ചാർജ് ഇൻ ഫീൽഡ് ഡിവൈഡഡ് ബൈ കൺവേയൻസ് എഫിഷ്യൻസി അല്ലേ.
അപ്പോൾ എത്ര വരും? ഫീൽഡിൽ എത്ര? 25 ക്യുമക്ക് ഡിവൈഡഡ് ബൈ 0.9. ഇപ്പോൾ 1 കുറവുണ്ട്, എന്തായാലും 25 വലിയ വാല്യൂ വരത്തുള്ളൂ. ഇതെല്ലാം 25 വലിയ വാല്യൂ അല്ലേ. 10 25 250/9 എത്ര ഒരു 27 പോയിൻ്റ് വരും. 27 കറക്റ്റ് വരത്തില്ല. 27.7 ഓക്കെ 27.78 ഉണ്ട്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഫീൽഡിലുള്ള ഡിസ്ചാർജ് കിട്ടി. അപ്പം നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഡിസ്ചാർജ് എന്ന് മനസ്സിൽ വെച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യമേ കണ്ട ഓപ്ഷൻ എ കണ്ടോ 25, നിങ്ങളത് എടുക്കും. ശ്രദ്ധിച്ചോണം, ചോദിച്ചേക്കുന്നത് എവിടെ? കനാലിൻ്റെ ഹെഡിലുള്ള കാര്യം. ഇത് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അപ് ടു 2 ഡെസിമൽ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ഗേറ്റിൽ കാൽക്കുലേറ്റർ അവൈലബിളാണ്. ഓക്കെ, അല്ലാതെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ന്യൂമറിക്കൽ ചെയ്യാൻ റെഡി ആയിക്കോണം. ഓക്കെ, നെക്സ്റ്റ്. ദ ഡേറ്റ ഫോർ ആൻ അഗ്രികൾച്ചറൽ ഫീൽഡ് ഫോർ എ സ്പെസിഫിക് മന്ത്. ഇപ്പോൾ ഒരു മാസത്തിലുള്ള ഡേറ്റ തന്നേക്കുക. പാൻ ഇവാപ്രേഷൻ 100 mm ആണ്. എഫക്റ്റീവ് റെയിൻഫോൾ റൺ ഓഫും പെർക്കുലേഷനൊക്കെ കഴിഞ്ഞിട്ട് 20 mm ഉണ്ട്. ക്രോപ്പ് കോഎഫിഷ്യൻറ്റ് 0.4 ഉണ്ട്. ഇറിഗേഷൻ എഫിഷ്യൻസി 50% ഉള്ളൂ. എമൗണ്ട് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഇൻ അപ്ലൈഡ് ടു ദ ഫീൽഡ് ഇൻ ദാറ്റ് മന്ത് ഈസ് ഡാഷ്. എമൗണ്ട് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് ടു ഫീൽഡിൽ അപ്ലൈ ചെയ്ത എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇറിഗേഷൻ ഈ ഫീൽഡിൽ അപ്ലൈ ചെയ്ത എമൗണ്ട് ഓഫ് വെള്ളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഫീൽഡിലെ ആവശ്യകത മനസ്സിലാക്കണം. ഫീൽഡിൽ എത്രയാണോ ആവശ്യം അത് പ്ലസ് ലോസ് കൂടെ കൂടുതലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന് ഫീൽഡിലേക്ക്. അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട് ഇവാപ്രേഷൻ ലോസ് എത്ര? 100 mm. അതേത് ഇവാപ്രേഷനാണ്? പാൻ ഇവാപ്രേഷനാണ്. എഫക്റ്റീവ് റെയിൻഫോൾ ഇവിടെ കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട്, അത് 20 mm ഇത്ര അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പാൻ ഇവാപ്രേഷനാണ് ഈ പി എന്ന് എഴുതാം, ഈ 100 mm എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഫീൽഡ്, ഇത് പാൻ ആണെങ്കിൽ ഈ ഒരു ഫീൽഡിനകത്തുനിന്ന് ആക്ച്വലി പോകുന്ന ഇവാപ്രേഷൻ ആദ്യം കണ്ടുപിടിക്കണമല്ലോ. നമ്മൾ ഹൈഡ്രോളജിയിൽ പഠിച്ചില്ലേ പാൻ കോഎഫിഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞ്, സെയിം സംഭവം. ശരിക്കും നമ്മുടെ ചെടിയുടെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ? കൺസംപ്റ്റീവ് യൂസ്, അതായത് ഇവാപ്രേഷൻ പ്ലസ് ട്രാൻസ്പിറേഷൻ ലോസ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ട്രാൻസ്പിറേഷനെ പറ്റിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവാപ്രേഷൻ പ്ലസ് ട്രാൻസ്പിറേഷന് ഇവാപ്രേഷൻ ലോസ് മാത്രമാണ് ചെടിയുടെ ആവശ്യകത എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചെടിയുടെ ആക്ച്വൽ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ആക്ച്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്ത്? പാൻ ഇവാപ്രേഷൻ എന്തു? പാൻ കോഎഫിഷ്യൻ്റാണ് ഹൈഡ്രോളജി പഠിച്ചത്. ഇവിടെ അതിന് പേര് മാറ്റും, എന്ത്? ക്രോപ്പ് കോഎഫിഷ്യൻ്റ് എന്നാവും. ക്രോപ്പ് കോഎഫിഷ്യൻ്റ് ഇപ്പോൾ എന്ത് പറ്റും? 100 × 0.4 അല്ലേ? 0.4. ഇപ്പോൾ ആക്ച്വൽ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ 40 mm ആണ്. ഈ കൺസംപ്റ്റീവ് ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെടിയുടെ ആവശ്യം കൺസംപ്റ്റീവ് യൂസ് അല്ലേ? അപ്പോൾ ബേസിക്കലി ഇതെന്ത്? കൺസംപ്റ്റീവ് യൂസ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു എന്ന് എഴുതാം. കൺസംപ്റ്റീവ് യൂസ് ഓഫ് പ്ലാന്റ്. ഇപ്പോൾ ചെടിക്ക് മൊത്തം ആവശ്യം 40 mm. പക്ഷേ ഇതിനകത്ത് 20 mm ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മഴ പെയ്യുന്നുണ്ട്. മൊത്തം 40 വേണമായിരുന്നു, ഇതിനകത്ത് 20 ആര് തരും? മഴ തരും. അപ്പോൾ ബാക്കി എത്ര? അപ്പോൾ ഇറിഗേഷൻ റിക്വയർമെൻറ്റ് മൊത്തം 40 അതിനകത്ത് ആര് പോകുന്നു? മഴ കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ 40 - 20 = 20 mm. 20 mm ആണെന്തോ ഈ ഫീൽഡിൽ ഇറിഗേഷനായിട്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ രീതിയിൽ ഞാനിവിടെ എത്തിക്കേണ്ട വെള്ളം എത്ര? 20 mm. ഇനി ഇറിഗേഷൻ എഫിഷ്യൻസി എത്ര? 0.5, 50%. ശ്രദ്ധിക്കണം, ഫീൽഡിലെ ആവശ്യവും ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ടത് നോക്കി. ദ എമൗണ്ട് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഇൻ mm ടു ബി അപ്ലൈഡ് ടു ദ ഫീൽഡ് ഇൻ ദാറ്റ് മന്ത്. ഇപ്പം ടു ബി അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ വേറെ എവിടെ നിന്നോ കൊണ്ടുവന്ന്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ടു ബി അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം ഡയറക്റ്റ് ഇറിഗേഷൻ വെള്ളം ഒരിക്കലും, ഇപ്പോൾ മഴയാണെങ്കിൽ നേരെ മുകളിൽ നിന്ന് താഴോട്ട് ഇടാമെന്നല്ല, അങ്ങനെ പെയ്യും. ഇറിഗേറ്റഡ്
വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് മഴ പോലെ ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ഇത് എവിടെ നിന്നോ കനാൽ ത്രൂ ആണ് ഇത് ഒഴുകി വരുന്നത്. ഇപ്പോൾ ടു ബി അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മാത്രം ഇവിടെ നിന്ന് കൊടുക്കുന്നു എന്നുള്ള രീതിയാണ് വരുന്നത്. എന്ത് പറ്റും? ഇതിൻ്റെ ആവശ്യകത 20 ഫീൽഡിൽ, പക്ഷേ ടു ബി അപ്ലൈ ചെയ്യേണ്ട എത്ര? അപ്പം ഞാൻ എൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ലോസ് കൂടെ കണക്കാക്കണം. വാട്ടർ ടു ബി അപ്ലൈഡ് 50% അല്ലേ എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ എത്ര വരും? 20/0.5 40. ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ട വെള്ളം എത്ര? 40 mm ആണ് ഞാൻ കൊടുക്കേണ്ടത്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ കാര്യം, അത് ഇവിടെ ഇവാപ്രേഷൻ ലോസിനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുത്തോണം. ഇവിടെ വേറെ ട്രാൻസ്മിനേഷൻ കാര്യങ്ങളും തരാത്തത് കൊണ്ട് കൺസംഡ് യൂസ് നമുക്കറിയാം. ശരിക്കും ഇവാപ്രേഷൻ പ്ലസ് ട്രാൻസ്പിറേഷനാണ്. ഇവിടെ ട്രാൻസ്പിറേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തന്ന ഡേറ്റ വെച്ചിട്ട് ഇവാപ്രേഷനാണ് കൺസംഡ് യൂസ് എന്ന് ഇതിൽ പോകണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ലെവൽ എക്സാമിന് ചോദിക്കാവുന്നേ ഉള്ളൂ ഡയറക്റ്റായിട്ട്. ഓക്കെ, നമ്മൾ 10th ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ് ദ കൺസംഡ് യൂസ് അവർ പറഞ്ഞിട്ടുണ്ട് 2.8 mm. കൺസംഡ് യൂസ് 2.8 mm per day. The amount of water available in the soil 50% of the maximum depth of available water in the root zone. Consider the maximum root zone depth of crop as 80 mm. ഇപ്പോൾ റൂട്ട് സോൺ ഡെപ്ത്ത് 80 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസി ഇറിഗേഷൻ 70% എന്ന് പറയുന്നു. എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ സോയിൽ ഈസ് 50%. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ 50% ആകുമ്പോഴാണ് 50% പറയുന്നത്. റൂട്ട് സോണിലുള്ളതിൻ്റെ 50% അവൈലബിൾ മോയ്സ്ചറായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻ്റർവൽ ബിറ്റ്വീൻ ഇറിഗേഷൻ ഇൻ ഡേയ്സ് വിൽ ബി. ഇപ്പോൾ ഇൻ്റർവൽ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസിയുടെ നമുക്കറിയാം റെഡിലി അവൈലബിൾ മോയ്സ്ചറിൻ്റെ ഡെപ്ത് ബൈ കൺസംഡ് യൂസ്. കൺസംഡ് അത് നമുക്കറിയാം 2.8 ആണ്. ഇപ്പോൾ റെഡിലി അവൈലബിൾ മോയ്സ്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ ദ സോയിൽ ഈസ് 50% ഓഫ്. അപ്പോൾ അവൈലബിൾ വാട്ടറായിട്ട് ഇവിടെ പറയുന്നത് അവർ 50% ടോട്ടൽ വെള്ളത്തിൻ്റെ. പക്ഷേ ഈ കേസിൽ അവർ റൂട്ട് സോൺ ഡെപ്തേ തന്നിട്ടുള്ളൂ 80 mm ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് റെഡിലി അവൈലബിൾ മോയ്സ്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു റൂട്ട് സോൺ ഡെപ്ത് ഇൻറ്റു FC മൈനസ് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻറ്റ്. ഇത് ചെയ്യുമ്പോൾ അവൈലബിൾ മോയ്സ്ചർ കിട്ടും. ഇതിൻ്റെ 50% ഇത് അവൈലബിൾ മോയ്സ്ചർ, ഇതിൻ്റെ 50% എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിനകത്തെ ഈ ക്വസ്റ്റ്യനിൽ റൂട്ട് സോൺ ഡെപ്ത് ഉണ്ട്. ഓക്കെ, FC ഇല്ല, പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻ്റ് ഇല്ല, ഇതൊന്നും തന്നിട്ടില്ല നമുക്ക്. ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇല്ല. നേരത്തെ ഇതുപോലൊരു സിമിലർ ക്വസ്റ്റ്യനിൽ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അവരതിൻ്റെ ഡേറ്റയും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും തന്നിട്ടില്ല. ഇതിനകത്ത് ആകെ അവർ തന്നേക്കുന്നത് റൂട്ട് സോൺ ഡെപ്ത് 80 mm ആണ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ? നമുക്ക് ആകെ ഒരു ഓപ്ഷൻ അസ്യൂം ചെയ്യുക. ഈ റൂട്ട് സോൺ ഡെപ്ത് ഇത് ആക്ച്വലി ശരിയല്ല. നമുക്ക് വേറെ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ ഡേറ്റ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേറെ ഒരു രീതിയിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എമൗണ്ട് ഓഫ് വെള്ളം എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ റെഡിലി റൂട്ട് സോൺ ഡെപ്തിൽ മൊത്തം അല്ലെങ്കിൽ തന്നിരിക്കുന്ന റൂട്ട് സോൺ ഡെപ്തിൽ മുഴുവനായിട്ടും വാട്ടർ നിറഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ റൂട്ട് സോൺ ഡെപ്ത്, അതായത് അവൈലബിൾ മോയ്സ്ചർ എന്തായിട്ട് എടുക്കാം? 80 mm ആയിട്ട് എടുക്കാം. വേറെ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് അവൈലബിൾ മോയ്സ്ചർ 80 mm ആയിട്ട് എടുത്താൽ ഓട്ടോമാറ്റിക്കലി റെഡിലി അവൈലബിൾ മോയ്സ്ചർ എത്ര വരും? 50% അല്ലേ? 0.5 ഓഫ് 80 mm വിച്ച് ഈസ് 40 mm. അത് കിട്ടിക്കഴിഞ്ഞാൽ 40 mm ബൈ 2.8 mm പെർ ഡേ. അപ്പോൾ എത്ര വരും? 40/2 വരുമ്പോഴത്തേക്ക്
20 വരും. 20യേക്കാൾ കുറഞ്ഞിരിക്കും. എത്ര വരും? ഓൾമോസ്റ്റ് നമുക്ക് 15 വരത്തില്ല. അപ്പോൾ 14 സംതിങ്, 400/28 ചെയ്തതായി. 4/2 ബാക്കി 4 ഒരു 8 വരും. എത്ര വരും? ഞാൻ അടുത്ത പോയിൻ്റ് എഴുതുന്നില്ല. 14.28 ഡേയ്സ്. 14.28 ഡേയ്സ് ആണ് എന്താ വരുന്നത്. അപ്പോൾ 14 ഡേയ്സ് ഉണ്ട്, 15 ഡേയ്സ് ഉണ്ട്, 13 ഡേയ്സ് ഉണ്ട്, 12 ഡേയ്സ് ഉണ്ട്. ഏതെടുക്കും? 14.28. ഇപ്പോൾ എന്ത് ചെയ്യും? റൗണ്ട് ഓഫ് ടു താഴെ എന്ത് വരും? 14 ഡേയ്സ്. സോ ആൻസർ ഈസ് 14 ഡേയ്സ്. ഇങ്ങനെയാണോ ഉത്തരം എ ആയത്? 14.28 ആയതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്ത്. ചിലപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്തു വന്നപ്പോൾ ഒരു 14.58 വന്നതെന്ന് വെച്ചോ. നിങ്ങൾ ഉത്തരം ചെയ്തപ്പോൾ ന്യൂമറിക്കൽ 14.58 വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 15 ഡേയ്സ് എടുക്കുമായിരുന്നോ അതിനകത്ത് ആൻസർ? 15 ഉണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ ആൻസർ 15 വരുമായിരുന്നു. ശ്രദ്ധിക്കുക, വരത്തില്ല. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് വേണം. എന്താണ് ഫ്രീക്വൻസി? അതായത് ഇത്ര ഇടവിട്ട്, അതായത് 14.28 ദിവസം കഴിയുമ്പോൾ ഇറിഗേറ്റ് ചെയ്യണം. വീണ്ടും 14.28 ദിവസം കഴിയുമ്പോൾ ഇറിഗേറ്റ് ചെയ്യണം. അതായത് അതതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്. അതായത് 14.28 ദിവസത്തിൽ ഇറിഗേറ്റ് ചെയ്തിരിക്കണം. അതിന് മുമ്പേ ചെയ്താൽ കുഴപ്പമില്ല. മനസ്സിലായോ? അതിന് അവൈലബിൾ, അതായത് അതിനേക്കാൾ ആവശ്യത്തിൽ അധികം വെള്ളം കുറച്ച് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ 14.28 കഴിഞ്ഞ് 14.28 ദിവസത്തിൽ ഇറിഗേറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ ചെയ്യുന്നത് 15ാമത്തെ ദിവസമാണെന്ന് വെച്ചോ. അപ്പോൾ ബാക്കിയുള്ളൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ 14.28നും 15 ദിവസത്തിനും ഇടയ്ക്കുള്ള ആ ഒരു സമയം, ആ സമയം ചെടിക്ക് ആവശ്യമായ വെള്ളം അവിടെ അവൈലബിൾ ആണോ? അല്ല. അന്നേരം എന്ത് പറ്റും? ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ 14.58 വന്നാലും 14.28 എല്ലാം വന്നാലും നിങ്ങൾ റൗണ്ട് ഓഫ് എന്തേ ചെയ്യാവൂ? താഴോട്ടേ ചെയ്യാമൂ. 14 ഡേയ്സ്. നമ്മൾ ഹൈഡ്രോളജി പഠിച്ച സെയിം കൺസെപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. ഇൻ എ സർട്ടൻ മന്ത് ദ റെഫറൻസ് ക്രോപ്പ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ. കണ്ടോ? ഇതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. റെഫറൻസ് ക്രോപ്പ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അറ്റ് എ ലൊക്കേഷൻ ഈസ് 6 mm/day. ഇപ്പോൾ റെഫറൻസ് ക്രോപ്പിൻ്റെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എത്ര? 6 mm/day. ക്രോപ്പ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട് 1.2. സോയിൽ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട് 0.8. ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് നോക്കാം. ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ക്രോപ്പ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഇൻറ്റു ക്രോപ്പ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു സോയിൽ കോഎഫിഷ്യൻറ്റ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യമാണ്. അത് ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് കിട്ടിയൊരു അറിവ്. ഓക്കെ. അപ്പോൾ ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ക്രോപ്പ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഇൻറ്റു ക്രോപ്പ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു സോയിൽ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ A ലെവലിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. എത്ര വരും? 6 × 1.2 × 0.8. എത്ര വരും? 6 ഇത് വരുമ്പോഴത്തേക്ക് ഇഷ്ടമാണ് 7.2 × 0.8. 16, 17, 5.76. ഓക്കെ. ഇത് നല്ലൊരു നിങ്ങളാ നമ്മൾ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ നോട്ടിനകത്ത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമാൻഡ് ഏരിയ ഓഫ് എ കനാൽ ഗ്രോസ് ഓൺലി 1 crop. അപ്പോൾ ഇതിൻ്റെ കമാൻഡ് ഏരിയയിൽ ഒരു ക്രോപ്പേ ഉള്ളൂ, വീറ്റ്. വീറ്റിൻ്റെ എത്രയാണ് ഡെൽറ്റ? ഓർത്തെ 40 സെൻറ്റിമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേബിൾ രൂപയാണ്. ടോട്ടൽ വാട്ടർ റിക്വയർമെൻറ്റ് ഡെൽറ്റ ആ വാല്യൂ തന്നേക്കുന്നത് 40. ബേസ് പീരീഡ് 120 ദിവസം തന്നിട്ടുണ്ട്. ദ കനാൽ ഡിസ്ചാർജ് ഈസ് 2 m³/s. ദ ഏരിയ ഇൻ ഹെക്ടേഴ്സ് റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റിജർ വിച്ച് കുഡ് ബി ഇറിഗേറ്റഡ്. ഓക്കെ. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 2 m³/s കനാൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യുക? അപ്പം 2
500 എത്ര ഏരിയ അല്ലെങ്കിൽ എത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ എത്ര ക്യുമക്ക് തന്നാലും എത്രയാണ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡ്യൂട്ടി കിട്ടിയാൽ എന്ത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൊണ്ട് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാമെന്നറിയാം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, മതി. നമുക്ക് ഡ്യൂട്ടി കണ്ടുപിടിക്കാനുള്ള ഡേറ്റ എല്ലാം ഉണ്ടോ? നമുക്ക് എന്താ പഠിച്ച റിലേഷൻ എന്താ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു സെൻറ്റിമീറ്ററിലാണോ? ആണ്. ഓക്കെ. 864 B/D, B in ഡേയ്സ്, ഡ്യൂട്ടി ഇൻ ഹെക്ടർ പെർ ക്യൂമക്ക്, ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റർ. ഈ ഇക്വേഷനിൽ നമുക്ക് ഈ കേസിൽ എന്താ വേണ്ടത്? ഡ്യൂട്ടി അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോക്കൂടെ. അപ്പോൾ ഡ്യൂട്ടി എന്ത് വരും? 864 ഇൻറ്റു ബേസ് പീരീഡ് ഈ കേസിൽ എത്ര? 120 ഇൻറ്റു ഡെൽറ്റ എത്രയാണ്? 40, 3. ഇപ്പോൾ ഡ്യൂട്ടി ഇവിടെ വരുന്നത് 19/1 ഹെക്ടർ പെർ ക്യൂമക്ക്. അതായത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ 2592 ഹെക്ടർ. അപ്പോൾ 1 ക്യൂമക്ക് ഞാൻ ഡിസ്ചാർജ് കൊടുക്കുകയാണെങ്കിൽ 2592 ഹെക്ടർ ഏരിയ എനിക്ക് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാം. കനാൽ ഡിസ്ചാർജ് 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 2 ക്യുമക്കാണെങ്കിൽ എന്നാ ചോദിച്ചേക്കെ? 2 ക്യുമക്കാണെങ്കിൽ എന്ത് ചെയ്തായി? 2 ഇൻറ്റു 2592 ചെയ്താൽ പോരെ? 2500 2 5000. അതിനകത്ത് ഓപ്ഷൻ ഇല്ലല്ലേ. 2592 ഇൻറ്റു 2 4 11 5184 ഹെക്ടർ. ഇത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാം. 5184. ഓക്കെ. ഇത് 1 മാർക്കിൻ്റെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് പറയും ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. അല്ലാതെ ഉള്ളവർ കാണുന്നവരാണെങ്കിൽ എയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരും. പക്ഷേ എന്നിൽ പോലും ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് എന്തോ ഡ്യൂട്ടി കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ തരുന്നത്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ ഡ്യൂട്ടി അന്നേരം നമ്മൾ മനസ്സിലാകണം വ്യക്തമായിട്ട് എന്താണ് ഡ്യൂട്ടി. 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എത്ര ഏരിയ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. ഈ ക്വസ്റ്റ്യനിൽ എന്താ? അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എത്ര ഇറിഗേറ്റ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ അത് ഇൻറ്റു 2 ചെയ്താൽ മതി. സോ ആൻസർ ഈസ് 5184. സിമ്പിൾ ഒരു കാര്യം. അപ്പോൾ നമുക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ്, നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് എന്ത് ചെയ്യും? കുറച്ചുകൂടെ തറവാകും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എ സോയിൽ ഇൻ ദ റൂട്ട് സോൺ ഓഫ് ആൻ agriculture crop at certain stage is found to be 0.05. ഇപ്പോൾ ഏതോ ഒരു ഇതിൻ്റെ ക്രോപ്പിൻ്റെ ഇത് മോയ്സ്ചർ കണ്ടൻറ്റ് എത്ര കണ്ടേക്കുന്നത്? 0.05 ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു ഫിഗർ രൂപേണ ചെയ്യാം. ഇപ്പോൾ ഏതോ ഒരു സമയത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് 0.05 എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ MC എന്ന് കൊടുക്കുക. മോയ്സ്ചർ കണ്ടൻറ്റ് 0.05. ദ ഫീൽഡ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് 0.15. ഫീൽഡ് കപ്പാസിറ്റി 0.15. ഇത് ഞാൻ മുകളിൽ വരച്ചത് 0.15. അപ്പോൾ 0.05ൻ്റെ മുകളിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. ദ റൂട്ട് സോൺ ഡെപ്ത്ത്. ഇപ്പോൾ റൂട്ട് സോൺ ഡെപ്ത്ത് തന്നിട്ടുണ്ട് അവർ 1.1 മീറ്റർ. ഓക്കെ. ദ കൺസംഡ് യൂസ് 2.5 mm per day. There is no precipitation during the period. No precipitation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു റിക്വയർമെൻറ്റ് റെയിൻഫോൾ മുഖേന കിട്ടുന്നില്ല. അതായത് മൊത്തം എന്ത് ചെയ്യണം? ഞാൻ ഇറിഗേഷൻ വെള്ളം ഉപയോഗിച്ച് തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇറിഗേഷൻ എഫിഷ്യൻസി 65%. It is intended to raise the moisture content to field capacity in 8 days through irrigation. The necessary depth of irrigation. ഓക്കെ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇത് നമ്മുടെ A ലെവലിന് ചോദിക്കാൻ സാധ്യത കുറവ്. പക്ഷേ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കൺസെപ്ച്വലി നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഇത് മോയ്സ്ചർ കണ്ടൻറ്റ് ടു ഫീൽഡ് കപ്പാസിറ്റി. അപ്പോൾ നിലവിൽ ഇവിടെ ആണല്ലോ നിൽക്കുന്നത്. 8 ദിവസവും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഇറിഗേഷൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8 ദിവസം അതവിടെ ഇരുന്നോട്ടെ, 8 ദിവസം കൂടെ കഴിഞ്ഞ് ഇറിഗേഷൻ ചെയ്യത്തുള്ളൂ. നെസസറി ഡെപ്ത് ഓഫ് ഇറിഗേഷൻ, അപ്പം മൊത്തം ഇറിഗേഷൻ ചെയ്യേണ്ട ഡെപ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മോയ്സ്ചർ കണ്ടൻറ്റും തന്നിട്ടുണ്ട്, ഫീൽഡ് കപ്പാസിറ്റി. ആദ്യം ഈ ഒരു ഡെപ്ത് അതായത് എന്താ, ഫീൽഡ് കപ്പാസിറ്റിയുടെ ഇപ്പോഴത്തെ, അതായത് ഞാൻ ഈ മെഷർമെൻറ്റ് ഇവർ തന്നേക്കുന്ന വാല്യൂ എല്ലാം തരുന്ന സമയത്ത് ഉള്ള മോയ്സ്ചർ കണ്ടൻറ്റ് 0.05 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫീൽഡ് കപ്പാസിറ്റി വരെ ആണല്ലോ മാക്സിമം സോയിലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് വെള്ളം ആണല്ലോ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളല്ല ചെടി എന്ത് ചെയ്യും, ചെടി വെള്ളം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫീൽഡ് കപ്പാസിറ്റി കുറഞ്ഞ് ഏതോ ഒരു വാല്യൂ ആകുമ്പോൾ വീണ്ടും ഇറിഗേറ്റ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, കുറഞ്ഞ് ആ ഒരു വാല്യൂ ആകുമ്പോൾ ഇറിഗേറ്റ് ചെയ്യും. ഇങ്ങനെയാണല്ലോ നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ ഇത് ആ ഇറിഗേറ്റ് ചെയ്യുന്ന സമയം വരെ ആയിട്ടില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ വരുവാണെങ്കിൽ ഇത് കുറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയാൽ, ഇതാണ് ആ പോയിൻ്റ് എന്ന് ഇരിക്കട്ടെ, ഞാൻ ഈ ഡോട്ട് ഇട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്നാണെന്നല്ലോ പറയുന്നത്, അതാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നിലവിൽ ഇവിടെ ആയിട്ടില്ല, നിലവിൽ ഏതാ 0.05 ഉള്ളൂ. ഓക്കെ, പറയുന്നത് ഇപ്പം ഈ ഒരു മെഷർമെൻറ്റ് കഴിഞ്ഞ് 8 ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് വേറൊരു കളറിൽ കാണിക്കുക. ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞ് 8 ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ഇറിഗേഷൻ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് നിലവിൽ എത്രമാത്രം വെള്ളം കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ ഈ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത ഇത് പറയുന്നത്. ഞാൻ എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അതാദ്യം കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക, ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുക. നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ, എന്ത്, ഇത് സെയിം, γ/γw ഇൻറ്റു റൂട്ട്സ് ഓൺ ഡെപ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ഓൺ ഡെപ്ത് ഇൻറ്റു ആരുടെയൊക്കെ ഇടയിലുള്ളതാണോ അത്. ഈ കേസിൽ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് മോയ്സ്ചർ കണ്ടൻറ്റ്, γ/γw ഇൻറ്റു റൂട്ട്സ് ഓൺ ഡെപ്ത് 1.1 മീറ്റർ ഇൻറ്റു 0.15 മൈനസ് 0.05 എത്ര വരും, 0.10. ഇനി γ/γw തന്നിട്ടുണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താ, അസ്യൂം മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.5 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 എടുത്തോ നിങ്ങൾ. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് മീറ്ററിൽ വാല്യൂ കിട്ടും, കാരണം റൂട്ട്സ് ഓൺ ഡെപ്ത് മീറ്ററിലാണ് കൊടുക്കുന്നത്. ആക്കാൻ ഞാൻ ഇൻറ്റു 1000 കൂടെ ചെയ്യുന്നു, കാരണം കൺസംപ്റ്റ് യൂസൊക്കെ എനിക്ക് 2.5 mm/day ആണല്ലോ. ഇത് എത്ര വരും, 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 11 വരുമ്പോഴത്തേക്ക് 10 വരുമ്പോൾ 150 ഇൻറ്റു ഓൾമോസ്റ്റ് 1000 വരുമ്പോൾ 1 എടുക്കുക, 100, 110 ഇൻറ്റു 15, 165, ഒരു 165 വരും. കാരണം 15, 10, 150, പിന്നെ ഒരു 15 കൂടെ 165 വരും, 165 mm. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ 165 mm, അതായത് 165 ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് നിലവിൽ മെഷർമെൻറ്റ് എടുത്തപ്പോൾ 165 mm വെള്ളമാണ് എന്തുവാ ഇവിടെ ആയിരുന്നു. ഇവിടെ 165 mm വെള്ളം കുറഞ്ഞപ്പോഴാണ് ഇപ്പം നിലവിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിൽ എത്തിയേക്കുന്നത്. ഇനി പറയുന്നത് എന്തുവാ, ഇപ്പം തന്നെ ഇറിഗേറ്റ് ചെയ്യണം, അല്ല വീണ്ടും എന്ത് ചെയ്യുക, 8 ദിവസം കൂടെ കഴിഞ്ഞേ ഇറിഗേറ്റ് ചെയ്യത്തുള്ളൂ. അതല്ലേ 8 ദിവസം കൂടെ കഴിയും. അപ്പം ഇനിയുള്ള 8 ദിവസത്തിൽ എത്ര വെള്ളം കുറയുമെന്ന് നമുക്കറിയാം, കാരണം ഓരോ ദിവസം എത്ര കുറയുന്ന 2.5 വെച്ച് കുറയും. അപ്പം ഇത് ബ്രാക്കറ്റിൽ എഴുതുന്നത് കറൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ഡിപ്ലീറ്റഡ്, അതായത് ഇപ്പം ഈ മെഷർമെൻറ്റ് എടുത്ത സമയം വരെ എത്ര വെള്ളം കുറഞ്ഞു, അതാണ് 165 mm. ഇനി ഇറിഗേഷൻ 8 ദിവസം കൂടെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് വിൽ ഡിപ്ലീറ്റ് ഇൻ നെക്സ്റ്റ് 8 days, അടുത്ത 8 ദിവസം. ആ സമയം അടുത്ത ഇറിഗേഷൻ ചെയ്യുന്നവരെയും ഓരോ ദിവസവും ചെടി അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലോ. അത് എത്ര വരും, 2.5 mm/day, ഒരു ദിവസം 2.5 വെച്ച് ഉപയോഗിക്കുന്നതല്ലേ, ഇൻറ്റു 8 ദിവസം എത്ര വരും,
8 × 44 16 എത്ര വരും? 20 mm വെള്ളം അടുത്ത 8 ദിവസം കൊണ്ട് ഉപയോഗിക്കും. അപ്പോൾ ടോട്ടൽ വാട്ടർ required to be added at end of 8th day. അത് അവസാനത്തെ 8ാമത്തെ ദിവസമാകുമ്പോൾ മൊത്തം എത്ര വെള്ളം നിങ്ങൾ കൊടുക്കണം? ആദ്യമുള്ള 165 mm പ്ലസ് 20 mm. ആ 8 ദിവസം കൊണ്ട് ഡിപ്ലീറ്റ് ആയ ഇത് എത്ര വരും? 185 mm. ഇത്രയും വെള്ളമാണെന്ത് നിങ്ങൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞോ? 185. അപ്പം അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ തരും 185 ആണോ നമ്മുടെ ഉത്തരം? അല്ല, നമ്മളെന്ത് ചെയ്യുന്നു? നമുക്ക് 8ാമത്തെ ദിവസം ഇറിഗേഷൻ ചെയ്യുമ്പോൾ 185 കൊടുത്താലേ എന്ത് ചെയ്യൂ? ഇപ്പോൾ എവിടെ എത്തി? നമ്മൾ ചോദ്യത്തിൻ്റെ ഡേറ്റ തന്ന സമയത്ത് ഇവിടെ എത്തിയതേ ഉള്ളൂ. അന്നേരം 165 mm ഉപയോഗിച്ചു. അടുത്ത 8 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഒരു 20 mm കൂടെ ഉപയോഗിക്കും. അന്നേരം ഇവിടെ എത്തും. അപ്പോൾ മൊത്തം ഞാൻ എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം ഫീൽഡ് കപ്പാസിറ്റി ആവാൻ? അതാണ് എനിക്ക് കിട്ടിയത് 185. അപ്പോൾ ഇത് 185 വേണമെന്ന് എനിക്ക് കിട്ടി. ഓക്കെ, അതെവിടെ വരേണ്ടത്? റൂട്ട് സോണിൽ വരണം. റൂട്ട് സോണിൽ 185 വരണമെങ്കിൽ ഞാൻ 185 ഒഴിച്ചാൽ മതിയോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ലോസുകളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി എത്ര? 65% ഉള്ളൂ. ആഡഡ് അറ്റ് റൂട്ട് സോൺ ചെയ്താൽ ഇപ്പോൾ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. മറ്റ് റൂട്ട് സോൺ. ഇനി therefore amount of water to be supplied in field at efficiency if efficiency is equal to 65. അത് നമുക്ക് തന്നിട്ടുണ്ട് 65%. 65% ആണെങ്കിൽ എഫിഷ്യൻസി എങ്കിൽ സപ്ലൈ ചെയ്യേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര വരും? 185 ഡിവൈഡഡ് ബൈ 65%. 1850/65. 65 × 4 വരുമ്പോൾ 26. 260 വരും. 65 × 3 വരുമ്പോൾ 195. എപ്പോഴും താഴെ 2 പോയിൻ്റ് വരും. ഇൻറ്റു 2.28 വരും. 2.84. ഇനി അങ്ങോട്ടും വരും. ഞാൻ 2 ഇതിൽ ലിമിറ്റ് ചെയ്യും. അപ്പോൾ 284 പോയിൻറ്റ് സംതിങ് വരും. 6 വല്ലതും ആയിരിക്കും. ഓൾമോസ്റ്റ് 284.6 അടുപ്പിച്ച് വരും. 284.6. ആൻസർ നിയറസ്റ്റ് എടുക്കുന്നത് 285 mm. 284 ആണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ കൊടുത്തു നമ്മൾ 285. അപ്പോൾ ഇത് തിരിഞ്ഞു പോലും നേരത്തെ ഫ്രീക്വൻസി ഇതുമായിട്ട് തിരിഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി എപ്പോഴും ഡൗണിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാവും. അതിൻ്റെ റീസൺ എന്ത്? 14.28 ദിവസം കൊടുക്കണം. അന്ന് പറഞ്ഞാൽ അത് 15ാമത്തെ ദിവസം കൊടുത്തിട്ട് കാര്യമില്ല, പ്രശ്നമായി. കാരണം ആ ഒരു 14.28 to 15 ഇടയിൽ ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. 14.28 ദിവസം കൊടുക്കണം. അത് ഞാൻ നേരത്തെ കൊടുത്തെന്ന് പറഞ്ഞ പ്രശ്നമില്ല. പക്ഷേ ഈ കേസ് അതല്ല. മൊത്തം ചെടിക്ക് ആവശ്യമായ വെള്ളം 284, 4.6. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കണം, കുറവൊരിക്കലും കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ല. ഇതിൻ്റെ ആൻസർ എന്തോ? ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങളൊന്നുകൂടെ PDF കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊന്നുകൂടെ സ്വയമേ ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. A ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ചില ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരാം. അപ്പോൾ നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് തറവായി. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും, ഇതിൻ്റെ ആപ്ലിക്കേഷനോടെ വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും തറവാകുമോ അത്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ A ലെവൽ എക്സാംസിനൊക്കെ വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ
മസ്റ്റായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു സെഷനായിരിക്കും. അത് തൊട്ടടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ.